ഗായ്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ രാവിലത്തെ കാപ്പിയും കാര്യങ്ങളൊക്കെ കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് അമ്മയും ഉണ്ണിയും കൂടെ ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ. അമ്മയ്ക്ക് തൊണ്ടവേദന ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നൊന്ന് കാണിച്ചൊന്ന് ഒരു ഇഞ്ചക്ഷനൊക്കെ എടുക്കാമെന്ന്. പിന്നെ ഞാൻ ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ. മറ്റേ നമ്മുടെ സിനിമാ നടൻ ശ്രീനിവാസേട്ടൻ്റെ മരണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അച്ഛനും അതും കൂടെ വെളിയിരിക്കാനുണ്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അടുക്കളയിലോട്ട് കയറി വന്ന കുറച്ച് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കറിയും കാര്യങ്ങളൊക്കെ വെക്കണം. അതൊക്കെ കഴിഞ്ഞിരുന്ന സമയത്ത് അമ്മയും ഉണ്ണിയും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. അതൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇന്നലെ ഒരു ചോക്ലേറ്റ് കേക്ക് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ബനാന ചോക്ലേറ്റ് കേക്ക്. അങ്ങനെ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു. ഞാനും അതും കൂടെ അത് കഴിച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇന്നലെ തിന്നേക്കാളും എനിക്കൊന്ന് ഇന്നാണ് കുറച്ചും കൂടെ ടേസ്റ്റ്, കുറച്ച് തണുപ്പും കൂടെ ആയതുകൊണ്ട്. പിന്നെ ഉച്ചയ്ക്ക് വേറൊന്നും കഴിക്കുന്നില്ല. കുറച്ച് സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് സാലഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കഴിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും അതും കൂടെ വൈകിട്ടായ സമയത്ത് ഒന്ന് കട വരെ ഒന്ന് പോവാണ് കേട്ടോ. അതിന് ഇപ്രാവശ്യം ക്രിസ്മസ് സെലിബ്രേഷൻ ആയതുകൊണ്ട് ഒരു ഫ്രോക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകണം. നല്ല റെഡ് കളർ ഫ്രോക്ക് എടുക്കണം. അപ്പോൾ അതിൻ്റെ ആഗ്രഹം. പിന്നെ ഞാൻ വിചാരിച്ചു ഞാനും അതും കൂടെ പോയിട്ട് വരാമെന്ന്. ചേട്ടൻ എന്തായാലും വരുമ്പോൾ താമസിക്കുക, അതുകൊണ്ട് നമ്മൾ അതുവരെ നോക്കി നിന്നില്ല. ഞാനും അതും കൂടെ പെട്ടെന്ന് അടുത്തുള്ള കടയിൽ തന്നെ നേരെ പോവാണ് കേട്ടോ. അങ്ങനെ ഫ്രോക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കുറച്ച് ഫാൻസി ഐറ്റംസൊക്കെ അവിടെ നിന്ന് തന്നെ കേട്ടോ വാങ്ങിച്ചത്. അതെല്ലാം വാങ്ങിച്ചിട്ട് ഞാനും അതും കൂടെ പാലും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിൽ ചെന്നു. വീട്ടിൽ വന്നതിന് ശേഷം ചായ ഇടാൻ വേണ്ടി പാലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായക്ക് പാല് തിളച്ചുകൊണ്ടിരുന്ന സമയത്താണ് ആദ്യം എനിക്ക് ഈ നാരങ്ങ മുട്ടായി കൊണ്ടുവന്നത്. ഞാൻ നാരങ്ങ മുട്ടായി അങ്ങനെ കഴിക്കാറില്ല, എനിക്ക് അത്ര താല്പര്യമില്ല. അങ്ങനെ പിന്നെ ആദ്യം തന്നെ അതെല്ലാം തിരിച്ചു കൊടുത്തിട്ട് പിന്നെ ചായയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല ചൂട് ചായയും കേക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വാങ്ങിച്ചിട്ട് വന്ന കേക്കാണ്, അവിടെ തന്നെ ഉണ്ടാക്കുന്ന കേക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാ കേക്കിനേക്കാളും എനിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അത്രയുള്ള അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.